ഞാൻ അത് പുറത്ത് എവിടെയെങ്കിലും പോയി ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങുകയാണെങ്കിൽ ഞാൻ അത് വാങ്ങലായിരുന്നു. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ടെറിട്ടറിൻ്റെ കുഷൻ ഫൗണ്ടേഷൻ ആണ്. ഇതിൻ്റെ മിനി സൈസാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് ഷെയ്ഡൊന്നും കറക്റ്റ് അറിയണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇറങ്ങിയ വർഷം ചെയ്യണമെന്ന് വെച്ചതാ വീഡിയോ. ബട്ട് ഷെയ്ഡ് കുറേ ഷെയ്ഡുണ്ട്. അപ്പം നല്ല ഷെയ്ഡ് നോക്കി വാങ്ങിയില്ലെങ്കിൽ നമുക്കത് ചേരുമില്ല എന്നുള്ളൊരു ടെൻഷൻ. പിന്നെ അത്യാവശ്യം റേറ്റും ഉണ്ടല്ലോ സാധനം. അപ്പം ഇത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൗണ്ടേഷൻ വരുന്നത്. ഞാൻ ഓൾറെഡി ഒരു അൺബോക്സിങ് വീഡിയോ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഫുൾ റിവ്യൂ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യാത്തവർ എൻ്റെ ഷോർട്സ് വീഡിയോയിൽ കിടക്കുന്നുണ്ടാവും, ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഫൗണ്ടേഷൻ വരുന്നത്. ഇത് നല്ലൊരു അതിൻ്റെ പാക്കേജിങ് നല്ല രസം, നല്ല റെഡ്, ഒരു സൂപ്പർബായിട്ടുള്ള റെഡ് കളറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മിനി വലുതുണ്ട്, ഇത് മിനി സൈസാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോപ്പ് ചെയ്താൽ മതി. ഇതാണ് ഫൗണ്ടേഷൻ വരുന്നത്. ഒരു മിറർ വരുന്നുണ്ട് നമുക്ക്. ഞാൻ അൺബോക്സിങ് വീഡിയോ ഇവിടെ എവിടെയെങ്കിലും ഇടാം കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു പഫ് വരുന്നുണ്ട്, ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ പ്രോഡക്റ്റ് ഡാബ് ചെയ്യാനുള്ളൊരു സ്ഥലം തരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്താലാണ് ഫൗണ്ടേഷൻ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ സ്പഞ്ചാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റാണ്. എന്തോരം പ്രൊഡക്റ്റ് ഉണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും ഇതാണ് ഫൗണ്ടേഷൻ വരുന്നത്. ഞാൻ ആ വീഡിയോയിൽ ട്രൈ ചെയ്യുന്നതിന് കുറച്ച് ഹെവി കവറേജ് ആയിട്ട് തന്നെയാണ് ട്രൈ ചെയ്തത്. ശരിക്കും ഹെവി ആയിട്ടുള്ള കവറേജ് അത്യാവശ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ടുള്ള എത്ര നേരം ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനത് ഫുള്ള് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം കുറച്ച് പ്രൊഡക്റ്റ് വരും. നമ്മൾ എക്സ്ട്രാ ഇവിടെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ. അത്യാവശ്യം ടെക്സ്ചറുള്ള സ്കിന്നാണ് എൻ്റെ. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കവറേജ് തരും. ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫുൾ കവറേജ് വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കുറച്ച് കൂടുതൽ പ്രൊഡക്റ്റ് വെച്ച് അപ്ലൈ ചെയ്യണം. അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഫുൾ കവറേജ് വരുന്നത്. ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൺസീലർ, കളർ കറക്ഷൻ ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിലുള്ള പാടുകളും ടെക്സ്ചേഴ്സും ഒന്നും അങ്ങനെ ഹൈഡ് ചെയ്യുന്നില്ല. അത് നല്ല ഫുൾ കവറേജ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഹൈഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ അണ്ടർ ഐസിൽ നിങ്ങൾക്ക് ഡാർക്ക്നെസ് കാണാൻ പറ്റും. പിമ്പിൾ ഉള്ളിടത്ത് പിമ്പിൾ കാണുന്നുണ്ട്, എടുത്ത് കാണിക്കുന്നുണ്ട്. ഈവൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നോർമൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ എനിക്ക് അത്യാവശ്യം കവറേജ് കിട്ടാറുണ്ട്. ഇത് വെച്ചിട്ട് അങ്ങനെ കിട്ടാറില്ല. ഐ ബാഗ്സ്, കണ്ണിൻ്റെ മുകളിലുള്ളതൊക്കെ ഡാർക്ക്നെസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈറ്റ് കവറേജാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസിൽ ടെക്സ്ചറും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസീലറൊക്കെ വെച്ച് കൺസീൽ ചെയ്തിട്ട് പിന്നെ ഈ ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ട് ജസ്റ്റ് ലൈറ്റായിട്ട് ഒരു കവറേജ് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ലൈഡ് ചെയ്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്താലേ, നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടാപ്പൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മീഡിയം കവറേജ് നമുക്കത് തരും. ഇനി ഫുൾ കവറേജ് വേണമെങ്കിൽ നമുക്ക് നല്ലോണം ഇത് അപ്ലൈ ചെയ്ത് എക്സ്ട്രാ ടാബിൽ നിന്ന് നല്ലോണം പാക്ക് ചെയ്ത് കൊടുക്കുക. സ്പഞ്ച് കൊണ്ട് നമുക്ക് നല്ലോണം പാക്ക് ചെയ്യാൻ പറ്റും. എനിക്കിത് വലിയ കംഫർട്ടബിൾ ഇല്ല, കാരണം നമ്മളങ്ങനെ ഈ സാധനത്തോണ്ട് അധികം അപ്ലൈ ചെയ്യാറില്ലല്ലോ. എനിക്ക് ഇച്ചിരി അൺകംഫർട്ടബിൾ പോലെയായിരുന്നു. ഭയങ്കര ചെറുതുമാണ്, എൻ്റെ കയ്യിൽ കൊള്ളുന്നില്ല. സോ അതൊന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് എക്സെപ്റ്റ് ഫോർ ദാറ്റ് നല്ലൊരു കവറേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി എൻ്റെ ഷെയ്ഡ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇച്ചിരി ടാൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഷെയ്ഡ് നോക്കി വാങ്ങിയതാണ്. ടാനിങ് പോയാലും നമുക്ക് ഇടാൻ പറ്റുന്നല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഷെയ്ഡ് വരുന്നത്. ആക്ച്വലി എനിക്ക് പ്രിറ്റി ഗുഡ് മാച്ചാണ്. നെക്ക് വരെ എനിക്ക് ഇച്ചിരി ടാനിങ് ഉണ്ട്, അതുകൊണ്ടാണ്. ബട്ട് എക്സെപ്റ്റ് ഫോർ ദാറ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിൻ്റെ കവറേജും ലുക്കും നിൽക്കുന്ന. ഇതിപ്പോൾ ഇനി സെറ്റ് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. നമ്മൾ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യും. നല്ല ഹെവി ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇത് സെറ്റ് ചെയ്യാണ്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കവറേജ് വരുന്നത്. അത്യാവശ്യം നല്ല കവറേജ് തന്നെ തരുന്നുണ്ട്. പിന്നെ ടെക്സ്ചേഴ്സ് ഒന്നും അങ്ങനെ ഹൈഡ് ചെയ്യുന്നൊന്നുമില്ല. അത് മാറ്റ് ഫൗണ്ടേഷൻ അല്ല, ഇച്ചിരി ഗ്ലോയി ആയിട്ടുള്ള ഫൗണ്ടേഷൻ തന്നെയാണ്. സോ അത് ഓഫ്കോഴ്സ് ടെക്സ്ചേഴ്സ് അങ്ങനെ ഹൈഡ് ചെയ്യില്ല. നിങ്ങൾ എക്സ്ട്രാ പൗഡറൊക്കെ അപ്ലൈ ചെയ്ത് സെറ്റാക്കി കൊടുത്താൽ മതി. ബട്ട് എക്സെപ്റ്റ് ഫോർ ദാറ്റ് നല്ലൊരു കവറേജ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇച്ചിരി കവറേജ് കൂട്ടാൻ ഞാൻ നോക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ പ്രൊഡക്റ്റ് എടുക്കുകയാണ്. ഈ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ നല്ലോണം പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടണമെന്നില്ല. ഓക്കെ, എന്നിട്ട് നമുക്കത് കണ്ടോ കവറേജ് കൂട്ടണമെങ്കിൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ കവറേജ് കൂട്ടാം. ഇന്നത്തെ ആപ്ലിക്കേഷനിൽ നമ്മൾ വേണമെങ്കിൽ നമുക്ക് കൺസീലറൊക്കെ വെച്ചിട്ട് ചെയ്താൽ നമുക്കൊരു നല്ലൊരു ലുക്ക് കിട്ടും. ബട്ട് ഇത് ഫുൾ കവറേജ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ദൈവമേ, ഫുള്ളായിട്ട് അത് കവർ ചെയ്യുന്നുണ്ട്. ഒരു ഇച്ചിരി പോലും എന്നുവെച്ചാൽ ഡാർക്ക്നെസ് കാണാത്ത രീതിയിൽ അത് കവർ ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഫുൾ കവറേജ് ബേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് സൂപ്പറായിട്ടുള്ള ഫൗണ്ടേഷൻ ആയിരിക്കും കേട്ടോ. മീഡിയം ടു ലൈറ്റ് കവറേജ് ഒക്കെ താല്പര്യപ്പെടുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാം. ബട്ട് എന്നാലും നിങ്ങളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചേഴ്സ്, ഓപ്പൺ പോസ് ഒക്കെ
എടുത്ത് കാണിക്കും. ഇങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഫൗണ്ടേഷൻ സൂപ്പറാണ്. ആ ഡിഫറൻസ് നമുക്ക് ശരിക്കും എടുത്ത് കാണിക്കും കേട്ടോ നമ്മൾ ഇങ്ങനെ ഫുൾ കവറേജ് ആയിട്ട് ചെയ്യുമ്പോൾ. കണ്ടോ, ഇത് ഫുൾ കവറേജ് ഫൗണ്ടേഷനായി. ഷെയ്ഡ് നോക്കണ്ട കേട്ടോ, ഷെയ്ഡ് ഞാൻ ടാൻ ആയതുകൊണ്ടാണ്. ബട്ട് ആക്ച്വലി നല്ല ഫുൾ കവറേജ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ കവറേജ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ. കൺസീലർ ഇല്ല, ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, എന്നിട്ടാണ് എനിക്ക് ഫുൾ കവറേജ് തന്നിട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡ് കൂടി ചെയ്തിട്ട് വരാം. അപ്പോൾ അതാ ഞാനിത് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കവറേജ്, നല്ലൊരു കവറേജ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഹൈ എൻഡ് ആയിട്ടുള്ള കവറേജ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഗ്ലോയി ആയിട്ടുള്ള ബേസും ആണ്. ഇനി നമുക്ക് അഫ്കോഴ്സ് ഹെവി ആയിട്ട് ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് സെറ്റൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് വീഡിയോസും കൂടെ ഒന്ന് ഫിൽം ചെയ്യാണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ എൻ്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ മേക്കപ്പ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ബ്ലഷ്, ഇച്ചിരി കോൺടോർ ചെയ്തിട്ടുണ്ട്, ഒന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഹെവി ആയിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഫേസ് സെറ്റ് ചെയ്തെങ്കിലും നല്ല ഗ്ലോയി ആയിട്ടുള്ള എൻ്റെ ബേസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. എനിക്ക് ഡെഫിനറ്റ്ലി ഈ ഫൗണ്ടേഷൻ നല്ല ഇഷ്ടമായി. ഈ ഫൗണ്ടേഷൻ്റെ ഫിനിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ്റെ ഒരു ഫിനിഷ് പോലെ ഉണ്ട്. പിന്നെ എന്താ പ്രത്യേകത വെച്ചാൽ ഇത് ഫുൾ കവറേജ് ആണ്. കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ എത്ര പോയാലും അങ്ങനെ ഫുൾ കവറേജ് ആയിട്ട് നമുക്ക് കിട്ടില്ല. ബട്ട് ഇത് ഡെഫിനറ്റ്ലി കിട്ടും. പിന്നെ കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ്റെ പോലെ തന്നെ അത്യാവശ്യം ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷെയ്ഡ് നോക്കി എടുക്കാം. ആക്ച്വലി ഷെയ്ഡ്സ് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനേക്കാളും കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷെയ്ഡ് കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ്റെ അറിയാമെന്ന് വെച്ചാൽ ഫൈനേഷൻ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ടാണ് ഞാനും എൻ്റെ ഷെയ്ഡ് നോക്കിയിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഷെയ്ഡ് നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് അതിൽ അടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് വാങ്ങാൻ പറ്റും. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം 6000 അടുത്ത് കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിന്നിട്ടുണ്ട്. സോ അതൊരു ബോണസ് ആണ്. പിന്നെ നിങ്ങൾക്ക് നല്ല ഹെവി കവറേജ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക. പിന്നെ ഗ്ലോയി ആയിട്ടുള്ള ലുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടാവും. പിന്നെ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് സെറ്റ് ചെയ്താൽ മതി. എനിക്ക് എൻ്റെ സ്കിൻ ആയാലും കുറച്ച് നാച്ചുറൽ ടു ഓയിലി സ്കിന്നിലേക്കാണ് കൂടുതൽ വരുന്നത്. എന്നാലും എനിക്ക് അങ്ങനത്തെ വലിയ കുഴപ്പം വന്നിട്ടില്ല. അത്യാവശ്യം ലൈക്ക് പ്രോഡക്റ്റൊക്കെ അത്യാവശ്യം നിന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി പൗഡർ വെച്ചിട്ട് നല്ലോണം സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ വർത്തിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയത് 1300 സംതിങ് മിന്ത്രയിൽ എന്തോ ഓഫർ ഉണ്ടായപ്പോൾ ഞാൻ വാങ്ങിയതാണ്. 1600 സംതിങ് ആണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ആ ഒരു പ്രൈസിന് ഇത് വർത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഹൈ എൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇത് വർത്തിട്ടാവും. കൂടി പോയാൽ അതൊരു 10 യൂസസിൽ കൂടുതൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. എസ്പെഷ്യലി ഈ സ്മോൾ സൈസ്. വലിയ സൈസ് വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാവുമായിരിക്കും. ഇതിൽ വലിയ പ്രൊഡക്റ്റ് ഇല്ല. ഇപ്പം തന്നെ ഞാൻ 2ാമത്തെ പ്രാവശ്യം യൂസ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഞാൻ നെക്കിയിട്ടാണ് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയത്. കൂടി പോയ ഒരു 10 യൂസസ് വരെ കിട്ടും. അത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് മിക്കതും പ്രൊഡക്റ്റ് ഉണ്ടാവില്ല അതല്ല. സോ അങ്ങനെ നോക്കുമ്പോൾ 1600 റുപ്പീസിന് ഇത് വർത്തിട്ടല്ല. ലൈറ്റ് ആയിട്ട് ഒരു കവറേജോ വേണ്ടോ, അങ്ങനെ ഹെവി ആയിട്ടുള്ള കവറേജ് ഒന്നും വേണ്ട എന്നുള്ള ഒരാൾക്കാരാണെങ്കിൽ ഇത് മേ ബി നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. ആൻഡ് യു ക്യാൻ ചെക്ക് ഔട്ട് ദ കെ ബ്യൂട്ടി ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ. അത് നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. അതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ അടിയിൽ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. ഞാൻ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെക്ക് ഔട്ട് ചെയ്യാം. അത് ഒരു മീഡിയം ടു ലോ ടു മീഡിയം കവറേജ് ആണ്. അത്ര ഹെവി കവറേജ് നമുക്ക് അത് എത്ര അപ്ലൈ ചെയ്താലും വരുന്നില്ല. ബട്ട് മീഡിയം ടു ലോ കവറേജ് ആണ്. അപ്പോൾ ആ കവറേജ് നിങ്ങൾക്ക് വേണ്ടോ എങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. ഇത് കൂടിപ്പോയാൽ 10 യൂസസ് കഴിഞ്ഞാൽ കഴിയും. കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ നല്ലൊരു ഫൗണ്ടേഷനാണ്. ഈവൻ ആസ് എനിക്ക് സ്കിൻ ഓയിലി ആയിട്ട് കൂടെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ജസ്റ്റ് സെറ്റ് ചെയ്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സെറ്റ് ചെയ്യുക, മേക്കപ്പ് സ്പ്രേ വെച്ചിട്ട് ഒന്ന് നല്ലോണം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഫുൾ ഡേ നിൽക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഫൗണ്ടേഷനേക്കാളും നല്ലത് അതാണ് ഫോർ ദ പ്രൈസ് റേഞ്ച്. പ്രൈസിന് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ സെയിം പ്രൈസ് ആണ്. ഏകദേശം ആ സെയിം പ്രൈസ് ആണ്. 1200 സംതിങ് ആണ് ആ ഫൗണ്ടേഷന് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ ഫൗണ്ടേഷൻ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു 30 എന്തായാലും കുറച്ച് കൂടുതൽ, ഇതിനേക്കാളും കൂടുതൽ എന്തായാലും യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും അത്. അപ്പോൾ ലോ കവറേജ് വേണ്ടവര് ആ ഫൗണ്ടേഷൻ പ്രിഫർ ചെയ്യാനേ ഞാൻ പറയുള്ളൂ. ഇത് എനിക്ക് അതിന് അത്രമാത്രം ഹൈപ്പിന് മാത്രമുള്ള വർത്തിട്ടായിട്ടൊന്നും തോന്നില്ല. പ്രത്യേകിച്ച് പുതിയ തരത്തിലുള്ള ഗ്ലോ ഒന്നും എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. മേ ബി ഇച്ചിരി ലിറ്റിൽ ബിറ്റ് ഓഫ് കവറേജ് കൂടുതൽ തന്നിട്ടുണ്ടാവുമായിരിക്കും. ബട്ട് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ മതി. പിന്നെ ഹൈ കവറേജ് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഹൈ കവറേജ് ഞാൻ മിക്കതും നോക്കുക മാറ്റ് ഫിനിഷിലായിരിക്കും. കാരണം ഹൈ കവറേജ് നമ്മൾ ചെയ്തിട്ട് പോകാൻ എന്തെങ്കിലും വലിയ ഫംഗ്ഷൻസ് ഒക്കെ ആവുമ്പോഴാണ്. അങ്ങനെ ഫംഗ്ഷൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മേ ബി
മേ ബി കുറച്ച് ഓയിലി കൂടുതലാവാം. സോ ഐ ലൈക്ക് മാറ്റ് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഹൈലൈറ്ററാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. സോ എനിക്കത് വലിയ വർത്തിട്ടല്ല. നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. ഈവൻ ഡ്രൈ സ്കിൻ ആയവർക്ക് കെ ബ്യൂട്ടി ഫൗണ്ടേഷൻ നല്ലതാണ്. ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത് ഇതിനേക്കാളും എന്തുകൊണ്ടും. സോ അത് ജസ്റ്റ് എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് കേട്ടോ. അപ് ടു യു. ഫോർ 1600 ഇത് വർത്തിട്ടല്ല. മേ ബി ലോവർ പ്രൈസ് ആണെങ്കിൽ ഓക്കെ, ബട്ട് കൊറിയൻ ഫൗണ്ടേഷൻ ഓഫ് കോഴ്സ് നല്ല പ്രൈസി ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് മൈറ്റ് ബി എ പെർഫെക്റ്റ് പ്രൈസ്, ബട്ട് എനിക്ക് ഇത് വർത്തിട്ടല്ല. സോ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മേ ബി കെ ബ്യൂട്ടി ഫൗണ്ടേഷൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ മേ ബി കവറേജ് കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. ഇത് വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. ഞാൻ ഇത് പുറത്ത് എവിടെയെങ്കിലും പോയി ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങുകയാണെങ്കിൽ ഞാൻ അത് വാങ്ങലാണ്. എൻ്റെ ഇന്നത്തെ റിവ്യൂ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ഇതേപോലത്തെ അൺബയസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് റിവ്യൂസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ സബ്സ്ക്രൈബ് ബട്ടൺ ചെക്ക് ചെയ്യുക. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.